മാടം ഫോറസ്റ്റ് ഓഫീസിൽ കോന്നി MLA രോഷപ്രകടനം നടത്തിയ സംഭവത്തിൽ ആരെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല എന്ന വനം വകുപ്പ് വാദം പൊളിയുന്നു. 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടിയിൽ ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. ഒരു 4 എത്ര പേരുണ്ടായി? 5 6 പേരല്ല, 11 പേര്. 11 പേര്. 6 പേരെയും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തത് നോട്ടീസ് നൽകാതെ. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഈ വനം വകുപ്പിന് ഇപ്പോൾ എന്തോ ഒരു കഷ്ടകാലമാണെന്ന് തോന്നുന്നു. കാരണം തൊടുന്നതെല്ലാം തന്നെ വിവാദത്തിൽ പോയി നിൽക്കുകയാണല്ലോ. സേതു, അങ്ങനെ തന്നെയാണ്. വനംവകുപ്പ് കഴിഞ്ഞ ദിവസം വരെയും ഉയർത്തിയിരുന്ന വാദം അവർ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന വാദമായിരുന്നു. ആ വാദങ്ങൾ പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KU ജനീഷ് കുമാർ MLA അവിടെ ഇരിക്കുന്നു. KU ജനീഷ് കുമാർ MLAയോട് റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്നു 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന്. എന്നാൽ ജനീഷ് കുമാർ MLA പറയുന്നു 6 പേരല്ല 11 പേരെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വാദം ജനീഷ് കുമാർ MLAയും പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായി ആ റേഞ്ച് ഓഫീസർ പറയുന്നുണ്ട് 6 പേരെ തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെയും വനം വകുപ്പ് പ്രതിരോധിച്ചിരുന്നത് തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ജനീഷ് കുമാർ MLA ബലമായി സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയ ആളെ പോലും മൊഴിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ആളായിരുന്നു എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിരോധം തീർത്തത്. ആ പ്രതിരോധങ്ങളെല്ലാം പാടെ പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ റേഞ്ച് ഓഫീസർ കൃത്യമായി പറയുന്നുണ്ട് 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് സമീപത്ത് നിൽക്കുന്ന മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്യുന്നു 6 അല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട് 6 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്ന്. ഈ 6 പേരും കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുക്കുകയും അത്തരത്തിലുള്ള നിയമവിരുദ്ധമായി നോട്ടീസ് പോലും നൽകാതെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്ന് അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇതുവരെയും എന്തായാലും നിലവിൽ കേസെടുത്തിട്ടില്ല. പരാതിയിൽ എന്തായാലും കോന്നി MLA ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് 11 പേരെ ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന്. എന്നാൽ വനംവകുപ്പ് അത്തരത്തിലുള്ള വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു. വനംവകുപ്പ് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആ തോട്ടമുടമയുടെ സഹായിയെ കാര്യവിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി മാത്രം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമായിരുന്നു വിളിപ്പിച്ചതെന്ന വിവരമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിരോധമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും പൊളിയുന്ന വനംവകുപ്പിന്റെ ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന അല്ലെങ്കിൽ പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ MLA ചോദിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കാരണം ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിന് കൃത്യമായ നിയമവശങ്ങളുണ്ട്. നോട്ടീസ് നൽകണം. എന്നാൽ ഈ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആരെയും തന്നെ നോട്ടീസ് നൽകിയാൽ വിളിപ്പിച്ചിട്ടുള്ളത്. ഒരു നിയമവശങ്ങളും പാലിക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ വനംവകുപ്പ് ഈ കേസിൻ്റെ പുറത്ത് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാണ് കോന്നി MLA അടക്കമുള്ള അതുപോലെ തന്നെ ആ പ്രദേശവാസികളടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കോന്നി MLA ചോദിക്കുന്നുണ്ട് 11 പേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ലേ എന്ന്. എന്നാൽ ആദ്യം മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, അത്തരത്തിൽ ആരെയും തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, വിവരങ്ങൾ ചോദിച്ചറിയാൻ മാത്രം ഒരാളെ വിളിപ്പിച്ചു എന്ന വാദമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രതിരോധങ്ങളെല്ലാം പൊളിയുകയാണ്. 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് റേഞ്ച് ഓഫീസർ അരുൺ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DYSP അടക്കമുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരത്തിൽ നിയമവിരുദ്ധമായി നിയമപ്രകാരമല്ലാത്ത രീതിയിൽ നോട്ടീസ് പോലും നൽകാതെ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നത്, റേഞ്ച് ഓഫീസർ തന്നെ സമ്മതിക്കുന്നത്. എന്നാൽ KU ജനീഷ് കുമാർ MLA പറയുന്നുണ്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് 11 പേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു തുടക്കം മുതൽ MLA ഉന്നയിച്ചിരുന്നതും. എന്നാൽ റേഞ്ച് ഓഫീസർ